ഇനി ഇവിടെ രാമചരിതത്തിലേക്ക് പ്രവേശിച്ചാൽ മുമ്പേ സൂചിപ്പിച്ചു, ദശരഥന് ലഭിച്ച പായസത്തിൽ നിന്ന്, ആ പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്ന് ലഭിച്ച പ്രസാദത്തിൽ നിന്നാണ് തൻ്റെ പത്നിമാരായ മൂവർ കൗസല്യ, സുമിത്ര, കൈകേയി ഇവർക്ക് 3 പേർക്കും കൊടുത്തു. അതിൽ കൗസല്യയ്ക്ക് നിന്ന് രാമൻ ജനിച്ചു. സുമിത്രയാകട്ടെ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു, ഒന്ന് ലക്ഷ്മണനും ഒന്ന് ശത്രുഘ്നും. കൈകേയി ആകട്ടെ ഭരതനും ജന്മം കൊടുത്തു. ഈ 4 പേരിലും ഒരു ചെറിയ തലത്തിലുള്ള ഒരു പ്രകടത ഭാവം ഉണ്ടായിരുന്നു. അതിലെ ഒന്ന്, രാമനോടൊപ്പം എപ്പോഴും കൂടെ ആരുണ്ടാവും? ലക്ഷ്മണനുണ്ടാവും. ഭരതനോടൊപ്പം ശത്രുഘ്നുണ്ടാവും. ആ ഒരു നിലയിൽ ഇവരിങ്ങനെ വളരെ സന്തോഷത്തോടെ ബാല്യകാലമൊക്കെ പിന്നിട്ടു. അത് കഴിഞ്ഞിട്ട് യാഗരക്ഷയ്ക്ക് പോയി. യാഗരക്ഷ വേളയിൽ സുബാഹുവിനെ രാമൻ നിഗ്രഹിച്ചു. പോകുന്ന വഴിയിൽ തന്നെ താടകയെ നിഗ്രഹിച്ചു, ഇല്ലേ? താടക എതിർത്ത് വന്നു, താടകയെ നിഗ്രഹിക്കാൻ പറഞ്ഞു. ആ സമയത്ത് രാമൻ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഹേ ഗുരുനാഥ, ഇവളൊരു സ്ത്രീയല്ലേ? സ്ത്രീയെ വധിക്കുന്നത് നിന്ദ്യമല്ലേ എന്നൊരു ചോദ്യം വന്നു. കാരണം സ്ത്രീയെ പൊതുവിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ധർമ്മം. മനസ്സിലായില്ലേ? സ്ത്രീയെ സംരക്ഷിക്കുക. കാരണം എന്താ? അത്രയും സ്നേഹം, അത്രയും കരുതൽ ആർക്ക് കിട്ടണം? സ്ത്രീക്ക് കൊടുക്കണം. ഇവിടെ ഇന്ന് നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ച് സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ച് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞതാണ് ഹിന്ദുവിൻ്റെ പുരാണം എന്ന് പറഞ്ഞ്, അല്ലേ, നമ്മുടെ കുട്ടികളെ പോലും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളെ പോലെയുള്ളവർ പറയുന്നത് എന്താ? സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തതാണ് ഹിന്ദു, അല്ലേ? നാട്ടിൽ കവലവേദിയിലെ പ്രസംഗവേദികളിൽ പോലും ചില ആൾക്കാർ വന്ന് യുക്തിവാദം പറയുന്നത് എല്ലാവരും അവരുടെ എല്ലാ യുക്തിവാദവും വന്നു ചേരുന്ന ആരുടെ മേലിലോട്ടാണ്? ഹിന്ദുവിൻ്റെ മേലിലോട്ടാണ്. വേറെ ഏതെങ്കിലും വിഭാഗത്തിലേക്ക് വന്നുണ്ടോ? വാരിയലിലെടുത്ത് വാരിയലിൽ നിന്ന് സൃഷ്ടിച്ച സ്ത്രീക്ക് സ്വന്തമായി ആത്മാവില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെതിരെ ആരെങ്കിലും യുക്തിവാദം പറയുന്നുണ്ടോ? മനസ്സിലായില്ലേ? ശരീരത്തിൽ കണ്ണു മാത്രമേ പുറത്ത് കാണിക്കാവൂ, ബാക്കിയൊക്കെ മൂടിക്കൊണ്ട് നടക്കണം എന്ന വസ്ത്രവിധാനത്തിൽ ചാക്കി കെട്ടിക്കൊണ്ട് നടക്കുന്നതിനൊക്കെയുള്ള അവസ്ഥ പറയുന്നുണ്ട്. അവിടെയും ആർക്കും എതിർപ്പില്ല. ഇവിടെ എത്ര സ്വാതന്ത്ര്യമാണ് നമ്മളെ നാട്ടിൽ, ഇല്ലേ, ഹിന്ദു സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് കാലത്ത് സ്വയംവരം, ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ പോലും സ്വയമേവ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഏറ്റവും ശ്രേഷ്ഠനായ വരനെ ലഭിക്കേണ്ടത് കൊണ്ട് സ്ത്രീയെ വിവാഹം കഴിക്കുന്ന വരന് ഒന്നുകിൽ ശാസ്ത്രബോധം, അല്ലെങ്കിൽ ശക്തി, അല്ലെങ്കിൽ ബുദ്ധി, ഇങ്ങനെ പലതും നോക്കിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സീതയെ വിവാഹം കഴിക്കുന്നത് എങ്ങനെയാ? വില്ല് കുലച്ചിട്ടല്ലേ? എന്താ കാരണം? കഴിവുള്ളവനാണ് മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ പെൺകുട്ടിക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ ഇതൊക്കെ കൽപ്പിച്ചത് ലോകത്ത് വേറെ ഏതെങ്കിലും വിഭാഗത്തിൽ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ കുടുംബ സങ്കല്പം പറയുമ്പോൾ ആദ്യത്തെ നാമം ആരുടേതാ? അമ്മയുടേതല്ലേ? മാതാപിതാ ഗുരു ദൈവം. ആദ്യത്തെ സ്ഥാനം കൊടുക്കുന്ന അമ്മയ്ക്കാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ അച്ഛൻ്റെ സ്ഥാനം. ആദ്യം നമസ്കരിക്കേണ്ടത് അമ്മയാണ്, അച്ഛനെയല്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയും ശ്രേഷ്ഠമായ സ്ഥാനം കൊടുത്തിട്ടാണ്. അതെന്താ? ചില വരികൾ തെറ്റിദ്ധരിച്ചിട്ടാണ്. എന്താ? മനുസ്മൃതിയിൽ ഒരു വരി ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, അങ്ങനെ ഒരു വരിയുണ്ട്, ശരിയാണ്. പക്ഷേ ഈ വരിയുടെ തൊട്ട് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നതും പിമ്പിൽ എഴുതി വെച്ചിരിക്കുന്നതും ആരും ചർച്ച ചെയ്തിട്ടില്ല. മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സ്ത്രീയെ സംരക്ഷിക്കണം. ബാല്യകാലത്ത് മാതാപിതാക്കൾ സംരക്ഷിക്കണം. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അടച്ചിടുക എന്നുള്ളതല്ല. സ്നേഹിക്കുക, ആവശ്യമായതെല്ലാം കൊടുക്കുക, അല്ലേ? ആവശ്യമായതെല്ലാം കൊടുത്ത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റെസ്പെക്റ്റ് തരലല്ലേ? സുരക്ഷിതത്വം ലഭിക്കലല്ലേ? അത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ യൗവനകാലത്തോ ഭർത്താവാൽ പരിരക്ഷിക്കപ്പെടണം. വാർദ്ധക്യകാലത്തും മക്കളാൽ സംരക്ഷിക്കപ്പെടണം, ഉപേക്ഷിക്കപ്പെടരുത്. ആ അർത്ഥത്തിൽ വെച്ച് നോക്കിയാൽ പുരുഷന്മാരുടെ ഗതി കഷ്ടകാലമാണ്. മനസ്സിലായില്ലേ? അവിടെ എങ്ങും പറയുന്നില്ല ചെറുപ്പകാലത്ത് സംരക്ഷിക്കണമെന്ന്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ വീട്ടിൽ അച്ഛനും അമ്മയും പറയും, കൊച്ചുങ്ങളായ ആൺപിള്ളേരടുത്ത് പറയട്ടാ, തിന്ന് ഇവിടെ ഇരുന്നാൽ പോരാ, പോയി ജോലി ചെയ്യിടാന്ന് പറയും, ഇറക്കി വിടും. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ കുടുംബം പോറ്റി ചെയ്യാൻ വേണ്ടി പോയി വെയിലത്തും മഴയത്തും പോയി കിടന്ന് കഷ്ടപ്പെടണം. ഇന്ന് പുരുഷൻ മാത്രമല്ല, സ്ത്രീകളും കഷ്ടപ്പെടുന്നുണ്ട്, വേറെ സത്യം. അങ്ങനെ പോകുന്ന അവസ്ഥ വരും. വാർദ്ധക്യകാലത്ത് പോലും
പിതാവിനെ സംരക്ഷിക്കണമെന്നല്ല ആവശ്യപ്പെടുന്നത്, മാതാവിനെ സംരക്ഷിക്കണമെന്നാണ്. അത്രയും പറഞ്ഞിട്ടാണ് പറയുന്നത്. വെറുതെ അവരെ സ്വതന്ത്രമാക്കി അല്ലാതെ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്. ആ അർത്ഥത്തിലാണ് അവിടെ അതിനെ എടുക്കേണ്ടത്. അതേ മനുസ്മൃതി തന്നെ മനു പറയുന്നുണ്ട്, എത്ര നാരന്തേ പൂജന്ത രമന്ത, അല്ലേ? എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യം വിളയാടും. ഇനി നമ്മൾ മറ്റൊരു ഉദാഹരണം എടുത്ത് നോക്കേ. നമ്മുടെയൊക്കെ ഈശ്വര സങ്കല്പങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാലങ്ങളിൽ ചില നെഗറ്റീവുകളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ടാവും. അതൊന്നും ഒരിക്കലും ശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളല്ല. ഇപ്പോൾ കാലങ്ങളുടെ ശുദ്ധി അശുദ്ധമായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇടക്കാലത്ത് നമുക്ക് പറയാം, ഇടക്കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചില അയിത്തങ്ങളുണ്ടായിരുന്നില്ലേ, തൊട്ടുകൂടായ്മ, അങ്ങനെയൊക്കെയുള്ള ചില, എങ്ങനെ ഇതൊക്കെ ഉണ്ടായത്? ഓരോ തരത്തിൽപ്പെട്ട ആൾക്കാരും ഞങ്ങൾ കേമന്മാരാണ്, മറ്റുള്ളവർ മോശക്കാരാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് അതിനെ അവർക്ക് വേണ്ടി മുതലെടുത്താണ്, അല്ല ശാസ്ത്ര സംവിധാനത്തിലല്ല. ഇപ്പോൾ ഒരു നദി ഉണ്ടായി, ആ നദി ഒഴുകി മുന്നോട്ട് വരുംതോറും ആ നദിയിൽ വരുന്ന മാലിന്യങ്ങൾ അളവ് കൂടുവോ കുറയുമോ? എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു പമ്പാ നദി ഉത്ഭവിക്കുന്നു. പമ്പാ നദി ശബരിമലയിലെ വനത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുമ്പോൾ ആ നദിയിലെ ജലം നല്ല ശുദ്ധമായിരിക്കും, ശരിയല്ലേ? ആണോ? നല്ല നീരുറവയായിരിക്കും. അവിടെ വെച്ച് ആ വെള്ളം മുക്കി കുടിക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാരിക്കും. ഇതിങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ആ നദിയിൽ അതിൻ്റെ ചുറ്റുവട്ടം താമസിക്കുന്നവർ അവരുപയോഗിക്കുന്ന മാലിന്യവും അതേ കണക്ക് റോഡിലൂടെയുള്ള ഡ്രൈനേജിലൂടെ ഒഴുകി വരുന്ന വെള്ളവും എല്ലാം വന്ന് ചേർന്ന് ആ നദി ഇങ്ങേ അറ്റത്തെത്തുമ്പോൾ പമ്പാ നദി എന്നുള്ള പേരല്ലേ ഉള്ളത്, മലിനമാവത്തില്ലേ? ആവത്തില്ലേ? ആവും. അപ്പം വീണ്ടും ആ ജലം ഉപയോഗിക്കണം, എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം, ശരിയല്ലേ? അല്ലാതെ ആ നദിയെ തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണോ ശരി? അതിനെ ശുദ്ധീകരിച്ച് അതിനെ ഉപയോഗപ്രദമാക്കണം. അതുപോലെയാണ് എത്രയോ കാലങ്ങളായി നമ്മുടെ സനാതനമായ ഈ ധർമ്മം ഏത് കാലത്തുണ്ടായതെന്ന് പറയുന്നൊരു ജന്മതീയതി ഉണ്ടോ? മറ്റു പലർക്കും കൃത്യമായിട്ട് ഓരോ മതവിഭാഗം, നമ്മുടെ ഇതൊരു മതമല്ല, ഒരു സംസ്കാരമാണ്. മറ്റുള്ളതിന് പലതും ഉണ്ടായ തീയതിയുണ്ട്, അല്ലേ? സൃഷ്ടിച്ച ആൾക്കാരുണ്ട്. ഹിന്ദു ധർമ്മത്തിന് അതിനെ ഹിന്ദു ധർമ്മത്തെ സൃഷ്ടിച്ച ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുണ്ടോ? കാരണം ഒരാളുടെ അഭിപ്രായമല്ല, മതത്തിനും അതീതമായി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സംസ്കാരമായി പടർന്നു പന്തലിച്ച വളരെ വിശാലമായി എല്ലാ തരത്തിലുള്ളവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, മനസ്സിലാവുന്നുണ്ടോ, ഒരു വലിയ മാതൃഭാവമാണ് സനാതനധർമ്മം. അതുകൊണ്ട് അതിങ്ങനെ കാലങ്ങളായി ഒഴുകുമ്പോൾ അതിൽ ജീവിച്ച ചിലരൊക്കെ ചില മാലിന്യങ്ങൾ ചേർത്തിട്ടുണ്ട്, അതിൽ ചില ദുഷിപ്പുകളൊക്കെ ചിലത് വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്നൊക്കെ തുടങ്ങി ചോദിച്ചാൽ, ഈ ചില സ്ഥാനങ്ങൾ ലഭിച്ചവർ ആ സ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ദേവപൂജയിൽ ഏർപ്പെടുന്നത്, അവിടെ നിന്നാണല്ലോ ഈ പേരുദോഷം വരുന്നത്. ബ്രാഹ്മണൻ ഇല്ലേ, ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറയുന്നത്. എന്താ സംഭവിച്ചത്? നമ്മൾ കൃത്യമായി തന്നെ വിശകലനം ചെയ്ത് മനസ്സിലാക്കണം. ഈ ബ്രാഹ്മണന്മാർ ക്ഷേത്രപൂജ ചെയ്യുന്ന സമയത്ത്, ഇനി ബ്രാഹ്മണനായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ആരായാലും, ദേവപൂജ ചെയ്യുമ്പോൾ മന്ത്രതന്ത്രങ്ങൾ പഠിച്ച് അനുഷ്ഠാനത്തിൽ പൂജ ചെയ്യുമ്പോൾ, താന്ത്രികമായി പൂജ ചെയ്യുന്ന സമയത്ത്, ഈ പൂജ തുടങ്ങുന്ന സമയം ഇവരുടെ ശരീരത്തിൻ്റെ ഭാവത്തെ ദേവശരീര തത്വമായി ഉയർത്തുക എന്നൊരു കർമ്മമുണ്ട്. നിങ്ങൾ ഈ പൂജ ചെയ്യുന്നവരെ നോക്കിയാൽ കാണാം, അവർ ഈ കൈകളിലൂടെ ഇങ്ങനെയൊക്കെ തഴുകി കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ആക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെയൊക്കെ ആക്കുന്ന വെച്ചാൽ ഈ കൈകൾ, കാലുകൾ, ഈ ശരീരം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ശരീരത്തിൽ വ്യാപിപ്പിക്കും. ഈ ശരീരത്തിലെ ഈ ഭാവങ്ങൾ മുഴുവൻ എൻ്റേതല്ല എന്ന ഭാവത്തിൽ ഉപേക്ഷിക്കുകയും തിരിച്ച് ദേവതുല്യ ശരീരമാക്കി സ്വന്തം ശരീരത്തെ സങ്കല്പിക്കുകയും ചെയ്യും. ദേവചൈതന്യം കൊണ്ട് നിറയ്ക്കും. ആ സമയത്ത് മൂലമന്ത്രം ജപിച്ച് ഇവരവരുടെ ശരീരത്തെ ശുദ്ധമാക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മൂലമന്ത്രത്തിലൂടെ ആദ്യം ഇങ്ങനെ കാണിക്കുന്ന കൈകൾ, എൻ്റെ കൈ ഞാനിതാ മുറിച്ച് നീക്കുന്നു എന്നുള്ള സങ്കല്പമാണത്. അത് കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങനെ കാണിക്കുന്ന വെച്ചാൽ ദേവശരീരമാക്കി പുനഃസ്ഥാപിക്കുന്നു. ആ ദേവശരീരമാക്കി നിർത്തിക്കഴിഞ്ഞാൽ ആ പൂജ തീരുവോളം അവർ ആ വ്രതശുദ്ധിയിൽ നിൽക്കണം. ഈ സമയത്ത് മറ്റു തരത്തിലുള്ള ആൾക്കാരുടെ സ്പർശം ഉണ്ടാവരുത്. ഇതാ പൂജാവേളയിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ആ സമയം കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ തന്നെയാണ്. അവരാ തീരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ പൂജ തീരുന്ന സമയത്ത് ഈ അവസ്ഥയെ അവിടെ ഉദ്ദേശിപ്പിക്കും. ദേവനെ ഉദ്ദേശിപ്പിക്കുന്നതോടുകൂടി ഈ ദേഹശുദ്ധിയിൽ നിന്ന് അവർ മുക്തരായി. ആ ശുദ്ധമാക്കി വെച്ച സമയത്ത് സ്പർശിക്കരുത്. അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയാൽ പ്രശ്നമില്ല. പക്ഷേ ഇവരിൽ ചില ആൾക്കാർ ഈ അകത്ത് വെച്ച് കിട്ടിയ ഈ ഒരു ശീലമുണ്ടല്ലോ, ഇത് പുറത്തും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നങ്ങ് വിചാരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങളെ ആരും തൊടാൻ പാടില്ല.
അത് അവരുടെ മനസ്സിൻ്റെ മാലിന്യമാണ്. അത് അവർ വിചാരിച്ചപ്പോൾ അവരുടെ തൊട്ടടുത്ത് കേമന്മാരായി നിന്ന ചില ജാതിക്കാർ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞങ്ങളും അല്പം കേമന്മാരായിക്കോട്ടെ, തൊടാതിരുന്നാൽ ഏതാണ്ട് വലിയ പുണ്യൻ ആവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്ന ചില മാലിന്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു കാരണവശാലും സനാതനധർമ്മത്തിൽ അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. കാരണം നമ്മുടെ ധർമ്മം പറയുന്നത് എന്താ? സർവരിലും ഈശ്വരനുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറയണത്? ആർക്കെങ്കിലും ഈശ്വരനുണ്ടോ, വ്യത്യസ്തമാണോ എന്നങ്ങനെ പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? പറയുന്നില്ല. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത് ഭഗവത്ഗീതയിൽ പറയും, ഹേ അർജുന, ബ്രഹ്മജ്ഞാനിയിലും അതായത് ജ്ഞാനമുള്ളവനിലും ജ്ഞാനമില്ലാത്ത അജ്ഞാനിയിലും, മനസ്സിലാവുന്നുണ്ടോ, പട്ടിയിലും മൃഗങ്ങളിലും പക്ഷികളിലും അതുപോലെ തന്നെ ഏറ്റവും നിന്ദ്യമായി ജീവിക്കുന്ന ചണ്ടാളനിലും. ഇവിടെ ചണ്ടാളൻ എന്ന് വെച്ചാൽ ജാതിയല്ല, സ്വഭാവം കൊണ്ട് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഏത് മൃഗത്തെ കിട്ടിയാലും പട്ടിയെ വരെ തിന്നുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള ചണ്ടാലനിൽ പോലും സമഭാവത്തിൽ ഈശ്വരനെ കാണുന്നവനെയാണ് ഞാൻ പണ്ഡിതനെന്ന് പറയുന്നത്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിവുള്ളവൻ. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അറിവുള്ളവൻ ഇതിവരിൽ എല്ലാവരിലും ഒരുപോലെ ഈശ്വരനെ കാണുന്നവനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാളവിടെ കേമനാവുന്നുണ്ടോ? നമ്മുടെ പുരാണ സങ്കല്പം അനുസരിച്ച്. ഇനി ആരെങ്കിലും നിറം കൊണ്ട് കേമത്വം ഉണ്ടെങ്കിൽ കരിമുട്ടത്ത് വാണരുളുന്ന അമ്മ മഹാമായയായ കാളിയുടെ നിറം എന്താ? അല്ല, ഒന്നാന്തര സുന്ദരമായ കറുപ്പാണല്ലേ? അങ്ങനെയാണെങ്കിൽ വെളുത്ത ആൾക്കാർ എന്തിനാ കറുപ്പും വെളുപ്പും വെച്ച് വർണ്ണ സിദ്ധാന്തമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ എന്താ ഈ വെളുത്തവരും കറുത്തവരും എന്നുള്ള അകലം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കറുത്തവളെ പിടിച്ചിരുത്തി പൂജിച്ചത്? നിങ്ങളെടുത്ത് നോക്കിയാൽ കണ്ടാൽ സാധിക്കും. ഏറ്റവും കൂടുതൽ ഈ പണ്ട് കാലത്തെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ മുഴുവൻ കളരി പരമ്പരയുടെ പരദേവത എന്ന് പറയുന്നത് കാളിയ അല്ലേ? ഏറ്റവും കൂടുതൽ കുടുംബദേവതയാരാ? കാളിയ. പിന്നെ ഏറ്റവും കൂടുതൽ ലോകത്ത് ഫാൻസ് ഉള്ള ഈശ്വരനാരാ? കൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കൃഷ്ണനാണ്. ഫാൻസ് വെച്ചാൽ ആരാധകരുള്ളത്, ഭക്തരുള്ളത്, എല്ലാവരുടെയും മനം കരുതുന്നത്. കൃഷ്ണൻ്റെ നിറം എന്താ? കറുപ്പാണ്. അപ്പം ഇതൊക്കെ കാലാന്തരത്തിൽ വന്നു ചേർന്ന ചില മാലിന്യങ്ങൾ മാത്രമാണ്. ഇവിടെ പറഞ്ഞു സ്ത്രീയുടെ വിഷയത്തിലാണ് ഇവിടെ താടകയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതില്ലേ? ഇപ്പോൾ സ്ത്രീയുടെ സ്ഥാനം ഏറ്റവും ഉന്നതമായ സ്ഥാനം. ഇനി നമ്മുടെ നാടുകളിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ശിവപാർവതിമാരെന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു പേര് പറയും, ഉമാമഹേശ്വരൻ അല്ലേ? നമ്മൾ ആദ്യത്തെ പേര് ആർക്കാ പറയുന്നത്? മഹേശ്വരൻ ഉമേന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉമാമഹേശ്വരൻ ആദ്യത്തെ പേര് കൊടുക്കുന്നത് അമ്മയ്ക്കാണ്. അത് കഴിഞ്ഞാൽ ലക്ഷ്മി നാരായണൻ, അങ്ങനല്ലേ പറയുന്നത്? ആദ്യത്തെ സ്ഥാനം ആർക്കാ കൊടുത്തത്? ലക്ഷ്മിക്കാണ് കൊടുക്കുന്നത്. രാധാകൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണനോടൊപ്പം രാധ അല്ലേ ആദ്യമേ കൊടുക്കുന്നത്? രാധാകൃഷ്ണൻ. അങ്ങനെ ഏത് നാമത്തിലും ആദ്യ സ്ഥാനം അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ ബോധമില്ലാത്തതുണ്ട്. പണ്ടത്തെ ഒക്കെ നിങ്ങൾ ഈ അറിവുള്ള ആൾക്കാരുടെയൊക്കെ വീടുകളിലെ ചില ക്ഷണക്കത്തെടുത്ത് പരിശോധിച്ചാൽ മതി. കല്യാണക്കത്തൊക്കെ അടിക്കുമ്പോൾ അച്ഛൻ്റെ പേരല്ലായിരുന്നു ആദ്യം അടിക്കുന്നത്. ഇന്ന് നമ്മൾ തിരിഞ്ഞൊക്കെ പോയത് നമ്മുടെ കുഴപ്പമാണ്. കാരണം നമുക്ക് ആദ്യത്തെ പേര് അമ്മയുടെ പേരാണ്. അമ്മയുടെ പേരടിച്ചിട്ടാണ് വിത്തോ വിത്തില്ലാത്ത വിത്തൗട്ടോ ഒക്കെ ആയിട്ട് ആരെ പേരടിക്കുന്നത്? അച്ഛൻ്റെ പേരടിക്കുന്നത്. ആദ്യം അമ്മയുടെ പേരാണ്, ആദ്യം വധുവിൻ്റെ പേരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ളൊരു തലമുണ്ട്. ആദ്യത്തെ സ്ഥാനം എപ്പോഴും സ്ത്രീത്വത്തിന് തന്നെയാണ് കൊടുത്തത്. അവിടെയാണ് ഇവിടെ രാമൻ ചോദിക്കുന്നൊരു ചോദ്യം നമ്മൾ മനസ്സിലാക്കണം. ഹേ ഗുരു, ഇത് സ്ത്രീയല്ലേ, സ്ത്രീയെ വധിക്കാൻ പാടുണ്ടോ? അവിടെയാണ് വിശ്വാമിത്രൻ കൃത്യമായ മറുപടി കൊടുക്കും. ഇവിടെ അധർമ്മം ചെയ്യുന്നതിൽ സ്ത്രീയും പുരുഷനെന്ന പക്ഷഭേദം പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? തെറ്റ് ചെയ്യുന്നവനാണായാലും പെണ്ണായാലും തെറ്റ് തന്നെയാണ്. അധർമ്മം ചെയ്തെന്ന കാര്യത്തിൽ സ്ത്രീക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം വേണോ? ഒരിക്കലും പാടില്ല. സ്ത്രീക്കായാലും പുരുഷനായാലും തെറ്റിൻ്റെ കാര്യത്തിൽ പരിഗണന കൊടുക്കേണ്ട ആവശ്യം ഇല്ല. വധിച്ചേക്കാൻ പറഞ്ഞു. രാമൻ ആ സമയത്ത് തന്നെ താടകയെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് യാഗരക്ഷയ്ക്ക് എന്നു സുബാഹുവിനെ വധിച്ചു. മാരീചനെ അസ്ത്രമെയ്ത് ദൂരെ ഓട്ടിച്ച് മാരീചൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടായി. മാരീചൻ പിന്നീടുള്ള കാലം നല്ല ആളായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു പോയി. ആ നിലയിൽ ജീവിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ പോകുന്ന വഴിയിൽ എവിടെ എത്തി?
അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്ന ഗൗതമാശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. ആ ആശ്രമത്തിൽ എത്തുന്ന സമയത്ത് ചോദിച്ചു, ഒരു ആശ്രമമാണല്ലോ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ആരുടെ ആശ്രമമാണെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഗൗതമ ചരിതം ആര് പറഞ്ഞു കൊടുത്തു? വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അഹല്യയ്ക്കൊരു ശാപം നിമിത്തം അഹല്യ ഇവിടെ ശിലയായി പോയി എന്ന് പറഞ്ഞു. ആ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തു. അവിടെ നിന്ന് നേരെ ജനകൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു അല്ലേ? ജനകൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്ന അവിടെ ഉണ്ടായിരുന്ന സ്വയംവരത്തിൻ്റെ ചടങ്ങുകളായിരുന്ന മത്സരത്തിൽ ഏർപ്പെട്ടു. അവിടെ വില്ല് കുലച്ചു. ആ വില്ല് കുലച്ചിട്ട് സീതയെ സ്വന്തമാക്കി. ആ സീതയെ നേടുന്ന സമയത്ത് തന്നെ അനുജത്തിമാരായ ഊർമിളയും സുതകീർത്തിയെയും മാണ്ഡവിയെയും മറ്റു സഹോദരന്മാർക്ക് വിവാഹം കഴിച്ചു. അങ്ങനെ സമംഗളപൂർവ്വം തിരികെ വരുന്ന സമയത്ത് അവിടെ പരശുരാമൻ വന്ന് തടഞ്ഞു. ഇവിടെ എന്തിനായിരുന്നു ഈ പരശുരാമൻ? രണ്ടുപേരും ഒരേ ഭഗവാന്റെ അവതാരം തന്നെയല്ലേ? അല്ലേ? ആണോ? വിഷ്ണുവിൻ്റെ അവതാരം തന്നെയല്ലേ പരശുരാമനും? അത് തന്നെയല്ലേ ശ്രീരാമനും? പിന്നെ എന്തിനാണ് പരശുരാമൻ ശ്രീരാമനെ തടഞ്ഞത്? എന്തിനാ തടഞ്ഞത്? എന്തിനാ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. എന്തിനാ തടഞ്ഞത്? എന്തിനാണ് തടഞ്ഞ? എന്ത് കാര്യത്തിലാ? നമ്മൾ എത്രയോ കാലമായി രാമകഥ കേട്ടവരാ. ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലല്ലേ? അങ്ങനെയാണോ? രണ്ടുപേരും ഒരേ ഈശ്വരാവതാരമാണെങ്കിൽ എന്തിനാണ് തടയുന്നത്? ഇവിടെ പരശുരാമൻ നമ്മളെ ഒരു തത്വം ബോധ്യപ്പെടുത്തുകയാണ്. പരശുരാമൻ ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവൃത്തിയുണ്ട്. 21 തലമുറകളിലുള്ള രാജാക്കന്മാരെ വധിച്ചുകൊണ്ടാണ് പരശുരാമൻ വരുന്നത് അല്ലേ? എന്താ? കാർത്തിക വീരാർജുനൻ വന്ന് തൻ്റെ മാതാപിതാക്കൾക്ക് ദുഃഖം സമ്മാനിച്ചതിനെ തുടർന്ന് അല്ലേ, കാർത്തിക വീരാർജുനനെ തൊട്ട് വധിച്ചു തുടങ്ങുന്നതാണ് ആര്? പരശുരാമൻ. അവിടെ എന്തുകൊണ്ടാണ് ഈ കാർത്തിക വീരാർജുനെ തൊട്ട് വധിച്ചു തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം ഭരിക്കേണ്ടവർ അയോഗ്യന്മാരായാൽ, മനസ്സിലാവുന്നുണ്ടോ? മാതൃകയാവാതെ തെറ്റ് ചെയ്യുന്നവരായാൽ ആ രാജ്യം നശിച്ചു പോകും. ശരിയല്ലേ? നാട് ഭരിക്കേണ്ട, നാട് സംരക്ഷിക്കുന്നവൻ തന്നെ കള്ളനായാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളിപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നാട് ഭരിക്കുന്ന ആളല്ലേ നാടിന് മാതൃകയാവേണ്ടത് അല്ലേ? യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെ നന്നാവുന്നു അതുകൊണ്ട് പ്രജകൾ നന്നാവും. ആരാണോ മാതൃകയാവേണ്ടത്, ആരാണോ സംരക്ഷിക്കേണ്ടത്, ആരാണോ ധർമ്മത്തെ നിലനിർത്തേണ്ടത്, അവരാണ് ആദ്യം അതിന് പാലിക്കേണ്ടത്. ഇവിടെ കാർത്തിക വീരാർജുനൻ ചെയ്തത് എന്താ? തെറ്റല്ലേ? അധർമ്മമല്ലേ? അപ്പം നാട് ഭരിക്കേണ്ടവൻ അധർമ്മം ചെയ്തു. അതേ കണക്ക് അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ ഓരോ കാലഘട്ടം മുമ്പേ പറഞ്ഞ ചില കാലഘട്ടങ്ങളിൽ പലരും ദുഷിക്കാറുണ്ട്. അങ്ങനെ ദുഷിക്കപ്പെട്ട രാജാക്കന്മാർക്ക് ഈ ഭൂമിപാലനം നടത്താൻ യോഗ്യതയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവിടെ ആര് വരുന്നത്? പരശുരാമൻ 21 തലമുറയെ ഇല്ലാതാക്കി. 21 തലമുറയെ ഇല്ലാതാക്കി ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊരർത്ഥത്തിൽ ഈ 21 സംഖ്യയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ പുനർനിർമ്മിക്കപ്പെടുന്ന വ്യവസ്ഥയിൽ, മനസ്സിലാവുന്നുണ്ടോ, മാറി ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നതിനും കൂടി എടുക്കുന്ന സമയമാണ് 21 എന്ന് പറയുന്ന സംഖ്യ. 21 തലമുറകളെ ഇല്ലാതാക്കി വരുന്ന പരശുരാമൻ എപ്പോഴാണ് ഈ പ്രവർത്തനം നിർത്തേണ്ടത്? നിർത്തുന്ന സമയത്ത് അധർമ്മികളായ രാജാക്കന്മാർ ആണല്ലോ കൊന്നൊടുക്കുന്നത്. അപ്പോൾ ഇനി കൊല നിർത്തണമെങ്കിൽ ധർമ്മിഷ്ഠനായ രാജാവ് വന്നു എന്ന് ബോധ്യപ്പെടണ്ടേ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇതുവരെ ഉണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു സമരം നടക്കുകയാണെങ്കിൽ ആ സമരം നിർത്തേണ്ടത് എപ്പോഴാണ്? യോഗ്യനായ ഭരണാധികാരി വരുമ്പോഴാണ് ആ സമരം നിർത്തേണ്ടത്. അല്ലെങ്കിൽ ആ സമരം പൊളിഞ്ഞു പോയെന്നല്ലേ പറയേണ്ടി വരുന്നത്. അപ്പോൾ പരശുരാമന് ഈ നാട് ഭരിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി വന്നു എന്ന് ലോകത്തെ ബോധിപ്പിക്കണം. അത് ആരാണ്? സാക്ഷാൽ ശ്രീരാമനാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ആ ശ്രീരാമനോട് വന്ന് എതിരിടുന്നത്. കാരണം ഏറ്റവും യോഗ്യനായ വ്യക്തിയായി രാമൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ ഇനി ഈ ശുദ്ധീകരണ പ്രക്രിയയുടെ ആവശ്യം ഇല്ല, ശുദ്ധമായി കഴിഞ്ഞു, തൻ്റെ കർമ്മം പൂർത്തിയായി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്ന് ശ്രീരാമനുമായി യുദ്ധം ചെയ്ത് തൻ്റെ അസ്ത്രങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? ശ്രീരാമന് കൊടുത്തു. ഇനി ഇതൊന്നും എനിക്ക് വേണ്ട, കാരണം ഇനി യുദ്ധം ചെയ്യാനൊന്നും ആഗ്രഹമില്ല, എല്ലാം കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും അവിടെ ഏകാഗ്രചിത്തനായി ധ്യാനാവസ്ഥയിലേക്ക് പോയി അവിടം വിട്ടു പോകുന്ന പരശുരാമൻ തൻ്റെ ശരീരത്തെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉത്തമനായ ഭരണാധികാരിയാണ് ആര്? രാമൻ.
എന്താ രാമൻ ഉത്തമനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇവിടെ പരശുരാമൻ അംഗീകരിക്കൽ മാത്രമല്ല, നമുക്കറിയാം ഒരു ചെറിയ ആരോപണം വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന അല്ലേ, സാക്ഷാൽ തൻ്റെ വാമഭാഗത്ത് സദാസമയത്തും ഇരുത്തിയ ലക്ഷ്മിയായിരുന്ന സീതയെപ്പോലും ഉപേക്ഷിക്കുന്നതിന് രാമാവതാരത്തിൽ ഭഗവാൻ മടിച്ചില്ല. കാരണം ഭരണാധികാരിമാർ ആരോപണങ്ങളിൽ നിന്ന് വിമുക്തരായിരിക്കണം. ഇന്നത്തെ ഭരണാധികാരിമാരെ ചിന്തിക്കാൻ പറ്റുമോ നമുക്കങ്ങനെ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ചെറിയ ഒരു ആരോപണം പോലും വന്നാൽ ആ ഭരണത്തിന് യോഗ്യനല്ല. അത്ര സുതാര്യനായി ശ്രേഷ്ഠനായി വേണം നമ്മളെ നാട് ഭരിക്കാൻ. കാരണം എന്താ, ആ ഭരണാധികാരിയെ ആശ്രയിച്ചല്ലേ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാർ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അവനവൻ്റെ സുഖമാണോ വലുത്, മറ്റുള്ളവർക്ക് സുഖം പകരുന്നതാണോ ഏറ്റവും വലിയ ഈശ്വരീയ കർമ്മം? ഏറ്റവും വലിയ ഈശ്വരീയ കർമ്മം എന്താ? അവനവൻ്റെ സുഖത്തെയും ഉപേക്ഷിച്ച് ചിലപ്പോൾ മറ്റുള്ളവർക്ക് സുഖം പകരുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരീയ കർമ്മം. ത്യജിക്കുക, മനസ്സിലാവുന്നുണ്ടോ? കൊടുക്കുക. ത്യാഗ തെക്തേന പുഞ്ചിത, ആദ്യം ത്യജിക്കാനുള്ള മനസ്സുണ്ടാവണം. ഞാനെന്ന എൻ്റെ സുഖത്തെ മാറ്റിവെച്ചും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും അങ്ങനെയുള്ള കഴിവ് കിട്ടുന്ന സജ്ജനങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് സജ്ജനങ്ങളെ ഉദാഹരിക്കുമ്പോൾ പറയുന്നത് മേഘങ്ങളോടും വൃക്ഷങ്ങളോടും നദികളോടുമാണ് സജ്ജനങ്ങളെ ഉദാഹരിക്കുന്നത്. കാരണം മേഘങ്ങൾ വർഷിക്കുന്നത് എന്തെങ്കിലും മേഘത്തിന് വേണ്ടിയിട്ടാണോ? മേഘങ്ങൾ മഴ പെയ്യുന്നത് മേഘത്തിന് വേണ്ടിയിട്ടാണോ? പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നദി ഒഴുകുന്നത് നദിക്ക് വേണ്ടിയിട്ടാണോ? ഈ ഭൂമണ്ഡലത്തിന് വേണ്ടിയിട്ടല്ലേ? അതിൻ്റെ കരയിൽ ജീവിക്കുന്ന ജീവികൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ജലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? അതുപോലെ വൃക്ഷങ്ങൾ ഫലം പൊഴിക്കുന്നത് വൃക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ആണോ? അതിനെ ആശ്രയിക്കുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും ഒക്കെ കഴിക്കാനാണ്. ഒരിക്കൽ പോലും ഒരു വൃക്ഷം അതിൻ്റെ പഴം എടുത്ത് കഴിച്ചിട്ടില്ല, ഉണ്ടോ? അപ്പോൾ അതുപോലെയാണ് സജ്ജനങ്ങൾ എപ്പോഴും അവരുടെ കർമ്മവും അവരുടെ പ്രവൃത്തിയും അവരുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് രന്തിദേവൻ എന്ന് പറയുന്ന ഒരു രന്തിദേവന ഭാഗവതത്തിലെ ഒരു ചെറിയ കഥാപാത്രമായിട്ടാണെങ്കിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യാസൻ. എന്താ രന്തിദേവൻ്റെ പ്രത്യേകത? രന്തിദേവൻ സദാസമയത്തും തപസ് ചെയ്യും. തപസ് ചെയ്തിട്ട് ഭഗവാൻ ഇന്നെല്ലാം ചോദിക്കും. സാധാരണ പറയും ഒന്നും ചോദിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ രന്തിദേവൻ തിരിച്ചങ്ങനല്ല, എല്ലാം ചോദിക്കും. എന്തുകൊണ്ടാണ് ഈ ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാം ചോദിക്കുന്ന ആളിനെയും ഭാഗവത്തിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഇവിടെ രന്തിദേവൻ നമ്മളൊക്കെ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടിയും ആണ് നമ്മൾ ചോദിക്കുന്നത്. രന്തിദേവൻ ചോദിക്കുന്നത് രന്തിദേവന് വേണ്ടിയിട്ടല്ല, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല. രന്തിദേവൻ ചോദിക്കുന്ന മുഴുവൻ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഈ ലഭിച്ചത് മുഴുവൻ മറ്റുള്ള ഏറ്റവും പാവത്തുങ്ങൾക്ക് കൊടുക്കും. ഒന്നും തനിക്കെടുക്കത്തില്ല, എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഇടനിലക്കാരൻ ഭഗവാന്റെ ഇടയിൽ ഏറ്റവും ഭഗവാനെ ആരാധിക്കാതെ പോലും നിൽക്കുന്നവരെ കൂടി സ്നേഹിക്കുക, അവരെ കൂടി ഭഗവാന്റെ പ്രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ട് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കും. മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവർക്കത് കൊടുത്തതിന് ശേഷം വീണ്ടും പോയി എന്ത് ചെയ്യും? തപസ് ചെയ്യും. വീണ്ടും വാങ്ങും, വീണ്ടും കൊടുക്കും. അതൊരു വലിയ മനസ്സല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ വാങ്ങുന്ന സമയത്ത് എല്ലാം കിട്ടുമ്പോൾ കൊടുക്കാൻ നേരത്ത് എന്നാൽ ഇത് കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ അവിടെ മനസ്സ് ദുഷിക്കും. പക്ഷെ ഒരിക്കലും അവിടെ ഒന്നും വാങ്ങാൻ മോഹിക്കരുതെന്ന് പറയുന്ന ഭാഗവും തന്നെ വാങ്ങി ഭഗവാനോട് ചോദിച്ചു വാങ്ങുന്ന ആളിൻ്റെ ചരിത്രവും ചേർത്ത് വെച്ചത് എന്തുകൊണ്ടാണ്? സ്വാർത്ഥതയില്ലാത്ത ഭാവം കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയാവണം സജ്ജനങ്ങൾ എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മാറണം. ഇവിടെ പരശുരാമനും ഈ കർമ്മം ചെയ്തത് മുഴുവൻ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാനാണ്. ഇവിടെ ശ്രീരാമൻ നാട് ഭരിച്ചതും അങ്ങനെയാണ്, മാതൃകാപരമായിട്ടാണ്. അപ്പോൾ ഏറ്റവും ഉദാത്തമായ ഭരണാധികാരിയായി രാമൻ വന്നു. അത് കഴിഞ്ഞ് നേരെ വന്ന് അയോധ്യയിൽ വസിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ കയ്യേകിയുടെ അടുത്ത് മന്ദര വന്നിട്ട് ഒരു കാര്യങ്ങൾ ഉണർത്തിച്ചു. എന്താ ഉണർത്തിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ ശ്രീരാമചന്ദ്ര ഭഗവാനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആര് തീരുമാനിച്ചു? ദശരഥൻ തീരുമാനിച്ചു. മൂത്ത പുത്രനാണ്. അതിനുവേണ്ടി തീരുമാനിച്ച സമയത്ത് മന്ദര ഇവിടേക്ക് വന്നു. ഇവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മന്ദരയെ കൊണ്ട് ദേവന്മാരിങ്ങനെ ചെയ്യിപ്പിച്ചതെന്നും കൂടി പറയുന്നുണ്ട്. കാരണം രാമൻ രാവണ നിഗ്രഹത്തിനാണല്ലോ പിറന്നത്. രാവണ നിഗ്രഹം നടത്തണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം വേണം. തക്കതായ ഒരു കാരണമില്ലാതെ ആരുടെയും പ്രേരണ ഉൾക്കൊള്ളുന്ന ആളല്ല ആര്? രാമൻ. കൃഷ്ണനാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളും. മനസ്സിലായില്ലേ? കൃഷ്ണാവതാരം കുറച്ച് പ്രാക്ടിക്കലാണ്. രാമാവതാരം അങ്ങനെയല്ല. ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് അണ്ണുക്കിട ആര് വ്യതിചലിക്കില്ല?
രാമൻ വ്യതിചലിക്കില്ല. അതുകൊണ്ടാണ് ധർമ്മത്തെ അറിയണമെങ്കിൽ ആരെ അറിയണം? രാമനെ അറിയണം. രാമനെ കൂടാതെ ഒരു ദൈവത്തെയും അറിയാൻ സാധിക്കില്ല എന്നൊരു ചിന്തയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സാധാരണ പറഞ്ഞില്ല, ഗണപതിയെ പൂജിക്കാതെ ഒരു ദേവനെയും പൂജിക്കാൻ പറ്റില്ല. ആദ്യത്തെ പൂജ ഗണപതിക്കാണ്. അതിനും ചില തത്വങ്ങളുണ്ട്. ഇതുപോലെ ഒരു തത്വമാണ് രാമനെ അറിയാതെ, പൂജയിലല്ല, അറിയാതെ, അറിവിൻ്റെ തലത്തിൽ രാമനെ അറിയാതെ ഒരു ഈശ്വരനെയും പൂർണ്ണമായി അറിയാൻ സാധ്യമല്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ധർമ്മത്തിനെയാണല്ലോ ഈശ്വരന്മാരെല്ലാം ധർമ്മത്തെ പാലിക്കാനല്ലേ ഭൂമിയിൽ വന്നത്. അവതാരം എടുത്തതും രൂപപ്പെട്ടതും ഒക്കെ എന്തിനാ? ധർമ്മത്തിന് വേണ്ട. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ, അങ്ങനല്ലേ പറയണേ? ധർമ്മത്തെ ഉയർത്താനാണ്. അപ്പോൾ ധർമ്മം എന്താണെന്ന് അറിയുക എന്നത് പരമപ്രധാനമല്ലേ? ധർമ്മത്തെ അറിഞ്ഞാലല്ലേ ധർമ്മത്തിൻ്റെ രൂപമായ ഈശ്വരനെ അറിയാൻ പറ്റൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ധർമ്മത്തെ അറിയണമെങ്കിൽ ആരെ അറിയണം? രാമനെ അറിയണം. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ തീർത്ഥാടനമായി കേരളത്തിൽ നടക്കുന്ന ശബരിമല തീർത്ഥാടനത്തെ ചിട്ടപ്പെടുത്തിയ നമ്മുടെ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ വളരെ കൃത്യമായിട്ട്, പരശുരാമനൊക്കെ ചിട്ടപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. രാമ ആ ഇതൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലത്തും അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയ പുതിയ ലോകം കണ്ടെത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആചാര പദ്ധതികളെ നിശ്ചയിച്ചത് ശങ്കരാചാര്യ സ്വാമികളാണ്. ഗുരുവായൂരപ്പൻ്റെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞത് ചില ആൾക്കാരുടെ നിർബന്ധം കൊണ്ട് ക്ഷേത്രാചാരത്തെ ഉയർത്തിപ്പിടിക്കേണ്ട ആൾക്കാർക്ക് പോലും, മനസ്സിലാവുന്നുണ്ടോ, വ്യക്തിഗതമായ സ്വാർത്ഥമോഹം കൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയം കൊണ്ട്, സ്ഥാനമോഹം കൊണ്ട് ശങ്കരാചാര്യരെ പോലും ഇല്ല, മിത്താണെന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ഹിന്ദു സമൂഹം എത്തിക്കൊണ്ടിരിക്കുക. വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ, ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ തകർക്കാൻ, ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ തകർക്കാൻ, ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ മലിനപ്പെടുത്താനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അനുദിനം കച്ചകെട്ടി പുതിയ പുതിയ കഥകളും സാഹിത്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് ശരിയായ പഠനം. ഇനിയെങ്കിലും നമ്മൾ ഏറ്റെടുത്ത് മനസ്സിലാക്കിയില്ല എങ്കിൽ അടുത്ത നമ്മുടെ തലമുറ പഠിക്കുന്നത് വളരെ പ്രാകൃതമായ, വളരെ വിചിത്രമായതൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം, എപ്പോഴും ആശ്രയിക്കുന്ന, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ടാണ്, അതിൽ കുക്കു റേഡിയോ ആപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കാര്യം ഈ നമ്മളിന്നൊന്നിനെ ഇങ്ങനെ അതൊക്കെ എന്തിനാണ് അജ്ഞത്തി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഇന്നത്തെ തലമുറയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിക്കപ്പെടുന്ന വഴികളാണ്. ഈ കുക്കു ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്, കഥകൾ സംഭാഷണ രൂപത്തിൽ കൊടുത്തിട്ട് അത് കേൾക്കാൻ ഒരു ആപ്പാണ്. അത് കേട്ട് കഥകൾ മനസ്സിലാക്കുക, ചരിത്രങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മൾക്ക് വായിക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും മടിയാണല്ലോ. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴും കേട്ടുകൊണ്ട് പോകാം, വണ്ടി ഓട്ടിക്കുമ്പോൾ കേൾക്കാം, ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ അയ്യപ്പൻ്റെ ചരിതം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സാധനത്തിൻ്റെ പരസ്യം, അത് മൊത്തമൊന്നും കണ്ടിട്ടില്ല, കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പോയിട്ടുമില്ല, ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ അതിനകത്ത് ഇപ്പം വന്നിരിക്കുന്നതിനകത്ത് അവിടെ വന്നിരിക്കുന്ന നീലിയുടെ മകനായ അയ്യപ്പൻ, ആ നീലി വസിച്ച സ്ഥലമാണ് പൊന്നമ്പലമേട്. വനത്തിൽ ജനിച്ചിരുന്ന വനവാസി സ്ത്രീയായ ആദിവാസി സ്ത്രീയാണ് നീലി. പുതിയ ചരിത്രമാണ്. ആദിവാസി സ്ത്രീ മോശമാണെന്നൊന്നും അഭിപ്രായം നമുക്കില്ല, ഒരിക്കലും ഇല്ല. കാരണം ശബരി എന്ന മാതാവിൻ്റെ പേരിലാണ് ശബരിമല അറിയപ്പെടുന്നത്, അല്ലേ? രാമാവതാര കാലത്ത് ഭഗവാന് രാമനെ കാത്തിരുന്ന് ഈ വിഭവങ്ങൾ അതിശ്രേഷ്ഠമായത് മാത്രം രാമന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഓരോ പഴവും കടിച്ചു നോക്കി പുളിപ്പുള്ളത് മാറ്റിവെച്ച് മധുരമുള്ളത് രാമന് കൊടുത്ത് ആ രാമൻ ആനന്ദത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിച്ച കാട്ടാള സ്ത്രീ എന്നറിയപ്പെടുന്ന ആ വനവാസി സ്ത്രീയായ ശബരിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ശബരിമല, അല്ലേ? ശബരിക്ക് മോക്ഷം കൊടുത്ത രാമനാണ്. പക്ഷെ ഇവിടെ പുതിയൊരു കഥ കൊണ്ടുവരുന്നത് എന്തിനാ? ശബരിമലയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു വാദം നടക്കുന്നുണ്ട്. എന്താ വാദം? അത് അവിടുത്തെ പൂജാതി കാര്യങ്ങളൊക്കെ പിന്നോക്ക സമുദായത്തിന് കൊടുക്കണമെന്നും അല്ലാത്തവർക്ക് എടുക്കണമെന്നും ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട്. എന്താ? ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇന്ന് ഏകീകരിക്കപ്പെടുന്നതിൽ വലിയൊരു പങ്ക് ഏതിനുണ്ട്? ശബരിമലയ്ക്കുണ്ട്. ഇന്ന് കേരളത്തിലെ മാത്രമല്ല, ശബരിമലയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അപകടം വരുന്നത്? നമ്മൾ മുൻകാലത്ത് കണ്ടു, കൊല വഴിപ്പിക്കാൻ പോകുന്ന കണക്ക് സ്ത്രീകളെ കയറ്റലും ബഹളം വെക്കലും മതിലുകെട്ടൊക്കെ ഒക്കെ നടന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും നമ്മൾ കണ്ടത് മകരവിളക്കിൻ്റെ സമയത്ത് പോലും കൈയെടുത്തുനിന്ന് തൊഴുതാൻ പോലും മനസ്സില്ലാത്ത ആളൊക്കെ പോയി. എന്തിനാണ് അമ്പലത്തിൻ്റെ സന്നിധാനത്തിനകത്തോട്ട് തലയിട്ട് നോക്കുന്ന? ആരെ കാണാനാ?
എടാ, അയ്യപ്പനില്ല ദൈവം ഇല്ലെന്ന് പറയുന്ന വിശ്വാസമുള്ള ആൾ പിന്നെ ശബരിമലയെ മകരവിളക്ക് പൂജ അടക്കുമ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഇല്ല മീൻ വെട്ടുന്നിടത്ത് പൂച്ച തലയിട്ട് നോക്ക് നോക്കണ്ട, ഗതികെട്ട നോട്ടം നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ഈ നോട്ടം കണ്ടിട്ടുള്ളത് ഈ മീൻ വെട്ടാൻ അമ്മമാരിയ്ക്കുമ്പോൾ പൂച്ച വാതുപ്പടി വന്ന് എത്തി നോക്കും. ഇങ്ങനെ പൂച്ചയുടെ സ്വഭാവമാണോ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കൊക്കെ? എടാ, അയ്യപ്പനില്ലെങ്കിൽ പിന്നെ എന്തിനാ നോക്കുന്നത് അവിടെ? ഇനി അവിടെ ചെയ്യുന്ന പൂജ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് എന്തെങ്കിലും ഉള്ള ആളാണോ? ഇനി അവിടെ മേൽശാന്തി ചെയ്ത പൂജ ശരിയല്ല, തന്ത്രി ചെയ്യുന്ന പൂജ ശരിയല്ല, അഭിഷേകം ഇങ്ങനല്ല ചെയ്യേണ്ടത്, ഇങ്ങനല്ല മന്ത്രം ജപിക്കേണ്ടത്, ഇത് പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള ആളാണെങ്കിൽ ശരി, അവിടെ പോയി തലയിട്ട് നോക്കാം. അതല്ല, അവിടുത്തെ കണക്ക് നോക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഓഫീസിൽ ഇരുന്ന് നോക്കിയാൽ പോരെ. ഉദ്യോഗസ്ഥരെ വിളിച്ച് കണക്കും ബുക്കും കൊണ്ടുപോവാ. അവിടുത്തെ പണത്തിൻ്റെ ഇടപാട് എത്രയുണ്ട്, സ്വർണ്ണത്തിൻ്റെ ഇടപാട് എത്രയാണ്, ശമ്പള സ്കെയിൽ എത്രയാണ്, അല്ലെങ്കിൽ മറ്റുള്ളത് എന്താണ്, എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ പുറത്തിരുന്ന് ചർച്ച ചെയ്താൽ പോരെ. നിർമ്മാണ പ്രവർത്തനം നോക്കാണെങ്കിൽ എഞ്ചിനീയറെ വിളിച്ച് ചോദിച്ചാൽ പോരെ. എന്തിനാണ് ആ ഭഗവാന്റെ അമ്പലത്തിൻ്റെ ആ സന്നിധാനത്തിൻ്റെ ആ ഭഗവാൻ ഇരിക്കുന്ന അതിൻ്റെ മുന്നിൽ വന്ന് ആ ക്ഷേത്രത്തിൻ്റെ ആ സോപാനപ്പടിയുടെ മുമ്പിൽ വന്ന് മറഞ്ഞു നിൽക്കേണ്ട ആവശ്യം എന്താ? എന്നാൽ അവിടെ നിൽക്കുന്ന സൈഡിലോട്ട് മാറിയില്ല. അതല്ല, ഈ തല കുനിച്ചിരുന്ന് അകത്തോട്ട് ഇട്ട് നോക്കണം. എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ കോമരങ്ങളാണ് കാണിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ശബരിമലയ്ക്കെതിരെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലതരത്തിലും ഇപ്പോൾ ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ പ്രചരണത്തിൻ്റെയൊക്കെ പുറവിൽ തിരക്കിപ്പോയാൽ അറിയാൻ പറ്റും. ഇതൊക്കെ പലതരത്തിലുള്ള വികൃതമായ കഥകൾ നമ്മുടെ കുട്ടികളിലേക്ക് കുത്തിവെക്കാനാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. ഈ ദക്ഷിണ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ജാതീയപരമായ വിഭജനങ്ങൾക്കും മതപരിവർത്തനത്തിനും വലിയ ഒരളവ് മാറ്റം ശബരിമലയിലൂടെ വന്നിട്ടുണ്ട്. എന്താ കാരണം? കേരളത്തിനേക്കാൾ കൂടുതൽ നടക്കുന്ന ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെയാണ്, ആന്ധ്രയിലുമാണ്. കാരണം അവർ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് താമസിച്ച്, ഒരുമിച്ച് ഗുരുഭൂതനോടൊപ്പം താമസിച്ച്, അല്ലേ, അവർ വീട്ടിൽ നിന്ന് പോലും മാറി താമസിച്ച് അവിടെ ഭക്ഷണം ഉണ്ടാക്കി ദിവസങ്ങളോളം യാത്ര ചെയ്ത് എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനും പൊരുളയ്യപ്പൻ, എല്ലാവരിലും അയ്യപ്പനാണെങ്കിൽ പിന്നെ അവിടെ ഭേദവിചാരമുണ്ടോ? അവിടെ പിന്നെ നായരും നമ്പൂരി ഈഴവനും ജോവനും കുറവനും പൊലേനും ഉണ്ടോ? എല്ലാവരിലും ഒരു ഈശ്വരനാണ്. ആ ഭാവത്തെ പകരുന്ന മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു മഹാമന്ത്രമായി അയ്യപ്പതത്വം മാറി. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. ആ ശബരിമലയിലേക്കുള്ള ആചാരം ചിട്ടപ്പെടുത്തുമ്പോൾ അതിന് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഗുരുഭൂതനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് പറയുന്നത്? ആ ശബരിമല യാത്രയിൽ സന്നിധാനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാമകഥ ചൊല്ലിപ്പോകണമെന്നാണ് സിദ്ധാന്തം. യഥാർത്ഥത്തിൽ രാമകഥ ചൊല്ലിപ്പോകണം. കാരണം എന്താ? മുകളിലിരിക്കുന്നവൻ ധർമ്മശാസ്താവാണ്, ധർമ്മത്തെ ശാസിക്കുന്നവനാണ്, ധർമ്മത്തെ ആചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളിനെയാണ് ധർമ്മശാസ്ത്രം. ശാസന എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്ന് ആജ്ഞാപിക്കലാണ്. എന്ത് ചെയ്യുക? ധർമ്മം ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ആ ധർമ്മത്തെ അറിയാനുള്ള ഏറ്റവും വലിയ ശാസ്ത്രമായ രാമായണ കഥയാണ് ഗുരുസ്വാമി. അല്ല, ഗുരുസ്വാമി കാട്ടിലൂടെ വഴികാട്ടാനുള്ള ആളല്ല. വഴികാട്ടുകയും മറ്റുമൊക്കെ ആവാം. യഥാർത്ഥത്തിൽ കാട്ടിലുള്ള വഴിയാണോ കാട്ടേണ്ടത്? ജീവിതമാകുന്ന വനത്തിൽ നിന്ന് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള വഴിയാണോ ഗുരു കാട്ടേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വനത്തിലൂടെ യാത്ര ചെയ്യുന്നതൊക്കെ പ്രതിസന്ധികളുണ്ടില്ലേ, ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയുണ്ട്. ആ ജീവിതമാകുന്ന ഘോരവനത്തിൽ നിന്ന് ഒരാളെ മുക്തനാക്കി ഏറ്റവും നല്ല സ്ഥാനത്തെത്തിക്കലല്ലേ ഗുരുവിൻ്റെ ലക്ഷ്യം. അതിനെന്താ? ആ ഗുരു യാത്ര ചെയ്യുന്ന വേളയിൽ ഓരോ സ്ഥലങ്ങളിൽ അവിടെ ഇരുന്ന് രാമകഥകൾ പറഞ്ഞു കൊടുത്ത് ആ ധർമ്മബോധമുണ്ടാക്കി ധർമ്മത്തെ അറിഞ്ഞ ജ്ഞാനം നേടിയ വ്യക്തി വേണം 18-ാം പടി കയറാൻ. അതുകൊണ്ട് 18-ാം പടിക്ക് മുന്നിലെത്തുമ്പോൾ പട്ടാഭിഷേകം ചൊല്ലി അവസാനിപ്പിക്കും കഥ. ഇതൊക്കെ നമ്മൾ വിസ്മരിച്ചു പോയി. ബോധപൂർവം ഇതൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പറഞ്ഞു മനസ്സിലായില്ലേ? ഗുരുസ്വാമി സമ്പ്രദായത്തെ പൊളിക്കാൻ വേണ്ടി വരെ ശ്രമം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അങ്ങനെ കൂട്ടം കൂടി വരേണ്ട, ഓരോരുത്തർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ചില കടന്നുകയറ്റം ഉണ്ടായി ഗുരുസ്വാമി. കാരണം ഈ ഗുരുസ്വാമി സമ്പ്രദായത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഈ അറിവുകളും ഈ ഐക്യവും ഈ പാണ്ഡിത്യവും. കാരണം ഗുരുസ്വാമി അയാൾ കുറേ അനുഭവമുള്ള ആളാണ്. ആ അനുഭവം വെച്ചിട്ട് അയ്യപ്പൻ്റെ കേവലം ഒരു ടൂറല്ലാതെ അറിവിൻ്റെ പാതയിലൂടെയുള്ള സഞ്ചാരം അപകടമാണ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെയാണ് അവിടേക്ക് കടന്നു ചെല്ലേണ്ടത്. കാര്യം എന്താ? 18 പടി കടന്ന് ചെല്ലുമ്പോൾ അവൻ ദർശിക്കേണ്ടത് തത്വമസി എന്ന ജ്ഞാനത്തെയാണ്. അത് നീയാകുന്നു, അതും ഇതും
രണ്ടല്ല, മനസ്സിലാവുന്നുണ്ടോ? അത് നീയാവുന്നു. കടന്നു ചെന്നവനും അകത്തിരിക്കുന്ന അയ്യപ്പനും ഒന്നാണെന്ന ബോധത്തിലെത്തണമെങ്കിൽ അവനിൽ ആവശ്യമായ വിദ്യ ഉണ്ടാവണം, അറിവുണ്ടാവണം. അതിനാണ് രാമതത്വം. അജ്ഞാനത്തെ പൂർണ്ണമായി അകറ്റാൻ സാധിക്കുന്നത് രാമതത്വമായതുകൊണ്ടാണ് രത്നാകരൻ്റെ ചരിതം രാമായണത്തിൻ്റെ ഉൾക്കാമ്പിൽ ചേർത്തു വന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ചിന്താധാരയോട് കൂടിയിട്ടാണ് വാൽമീകി എന്ന മഹാമനീഷി രാമസിദ്ധാന്തത്തെ നമുക്ക് വേണ്ടി പകരുന്നത്. അപ്രകാരമുള്ള രാമൻ വനത്തിലേക്ക് പോയി രാവണ നിഗ്രഹം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മന്ദര എന്ത് ചെയ്തു? കൈകേയിയെ പ്രേരിപ്പിച്ചു. എന്താ പ്രേരിപ്പിച്ചത്? അവിടെ കൈകേയിയോട് പറഞ്ഞു, നിനക്ക് 2 വരം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, നിൻ്റെ മകനെ രാജാവാക്കണം. ഏതൊരമ്മയും ആഗ്രഹിക്കുമല്ലോ സ്വന്തം മകനെ നല്ല നിലയിൽ എത്തിക്കണം. കൈകേയി ആദ്യം പറഞ്ഞു അത് വേണ്ടല്ലോ, കാരണം രാമൻ രാജാവായാലും രാമനും എനിക്ക് ഭരതനെപ്പോലെ തന്നെയാണ്. കൈകേയി കുറേ കൂടെയൊക്കെ ആദ്യമേ കൃത്യമായി പറയുന്ന ആളാണ്. പക്ഷേ നമ്മൾ എത്ര നന്നാവാൻ ശ്രമിച്ചാലും നമ്മളോട് സഹകരിക്കുന്നവർ മോശക്കാരാണെങ്കിൽ അവരുടെ പിടിയിൽ എപ്പോഴെങ്കിലും നമ്മൾ പോയി വഴുതി വീഴും. അതുകൊണ്ട് ഒരിക്കലും ദുർജന സംസർഗം ഉണ്ടാവരുത്. ഇവിടെ കൈകേയിക്ക് പറ്റിയ ഏറ്റവും വലിയ പോരായ്മ അത് മാത്രമാണ്. അതിൻ്റെ ദുഃഖം കൈകേയിക്കുണ്ടായത് എത്ര വലുതാ! രാമനെ വനത്തിലയക്കാൻ കാരണക്കാരായി എന്ന് മാത്രമല്ല, രാജാധികാരം നേടിക്കൊടുത്ത ഭരതൻ അത് ഏറ്റെടുത്തില്ല. പകരം ഭരതൻ വന്ന ആദ്യം വഴക്ക് പറയുന്ന ആരെയാ? അമ്മയാണ്, അല്ലേ? ഭർത്താവിൻ്റെ മരണത്തിന് കാര്യക്കാരിയായി മാറി. അതുവരെ കൈകേയിക്കുണ്ടായിരുന്ന സ്നേഹം അല്ലെങ്കിൽ ആ മാന്യത അതിനുശേഷം കിട്ടുന്നുണ്ടോ? അതുവരെ ഉണ്ടായിരുന്ന കൈകേയി നല്ല രാമന് ഏറ്റവും പ്രിയപ്പെട്ടത് കൈകേയിയായിരുന്നു. മനസ്സിലായില്ലേ? കൈകേയിക്ക് ഭരതനേക്കാൾ പ്രിയപ്പെട്ടത് രാമനെയായിരുന്നു. പക്ഷേ എല്ലാം അവിടെ തീർന്നു. എന്തുകൊണ്ടാണ്? ദുർജന ഭാഷണത്തിന് വഴിപ്പെട്ടാൽ. അതുകൊണ്ട് ദുർജന ഭാഷണത്തിന് വഴിപ്പെടാതിരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുക. ദുർജന ഭാഷണത്തിന് വഴിപ്പെടാതിരിക്കാൻ എന്താ? ദുർജനങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. മനസ്സിലായോ? ഇവിടെ കൈകേയിക്ക് പറ്റിയത് കൈകേയി വന്നപ്പോഴേ കൂടെ കൊണ്ടുവന്നതാണ്. കല്യാണം കഴിച്ച് വന്നപ്പോഴേ കൂടെ കൊണ്ടുവന്ന തോഴിയാണ്. അവസരം കിട്ടിയപ്പോൾ ദേവകാര്യത്തിന് വേണ്ടിയാണെങ്കിലും കൃത്യമായ അവസരം വിനിയോഗിച്ചു. പിന്നെ ദശരഥൻ ഇവിടെ പറ്റുന്ന അബദ്ധം എന്താ? കാരണം ആർക്കും ഒരിക്കലും ഒരു വാഗ്ദാനം കൊടുത്തു വെക്കരുത്. ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചോദിച്ചാലും തരാമെന്ന്. ചിലപ്പം അന്നേരം ചോദിക്കാനുള്ള ആ മനസ്സായിരിക്കും. അന്നേരം അവന് നമ്മളോട് ഇഷ്ടമായിരിക്കും. ഇഷ്ടമുള്ളപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മളെ ദുഃഖിപ്പിക്കാത്ത കാര്യങ്ങളെ ചോദിക്കൂ. നമ്മളോട് ദേഷ്യം വരുന്ന അവസ്ഥയിലേക്ക് നമ്മളൊരാൾക്കൊരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് നമ്മളോട് ദേഷ്യം വരുന്ന അവസ്ഥയിലാണെങ്കിൽ അവൻ ചോദിക്കും, നമുക്ക് ആ ദേഷ്യത്തിൻ്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് ചോദിക്കും, നമ്മളെ ദുഃഖിപ്പിക്കാനുള്ളതല്ലേ ചോദിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കൈകേയിക്ക് ദശരഥനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളപ്പോഴാണ് ദശരഥൻ പറഞ്ഞത് വരം തരാമെന്ന്. അങ്ങോട്ടും ഇഷ്ടമുണ്ടായിരുന്നു. കൈകേയിക്ക് പിന്നെ വരം ചോദിക്കുന്ന എപ്പോഴാണ്? ദശരഥനെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദശരഥൻ ഏറ്റവും പ്രിയപ്പെട്ട രാമനെ വനത്തിലയക്കാൻ വേണ്ടിയിട്ട് ആ വരം ചോദിച്ചു. പകരം ഭരതനെ രാജാവാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ വരമൊക്കെ കൊടുത്തു. രാമനാകട്ടെ ഇവിടെ വളരെ ശ്രേഷ്ഠമായ ചിന്തയോടുകൂടി തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മണൻ വന്ന് ഇടപെടുന്നുണ്ട്. ലക്ഷ്മണൻ ഈ എടുത്തിയാട്ടമുള്ള ആളാണ്. ലക്ഷ്മണൻ പറയും, ഭരതനെ ഞാൻ വേണമെങ്കിൽ പിടിച്ചു കെട്ടാൻ, യുദ്ധം ചെയ്ത് അച്ഛനെ പിടിച്ചു കെട്ടാൻ, രാജ്യം തരാൻ. കാരണം ജ്യേഷ്ഠനുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൂടി വന്നപ്പോൾ മറ്റു പലതും മറന്നു. ഈ സമയത്ത് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന സ്ഥലത്ത് ഒരു കാര്യം മാത്രം ഇവിടെ വലിയൊരു വിജ്ഞാനപ്രദമായ സമ്പത്താണ്. എങ്കിലും ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ ഉപദേശിക്കുന്ന സമയത്ത് പറയും, നമ്മളൊക്കെ ചോദിക്കില്ലേ രാമായണം എന്തിനാണ് പഠിക്കുന്നത്? രാമായണം പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ, ഇല്ലേ? ജോലി കിട്ടുമോ? ഇതൊക്കെയാണ് ഒരു കാലത്ത് നമ്മളിടയിലേക്ക് ചോദ്യമായിട്ട് കടത്തിവിട്ടത്. ഈ ചോദ്യം കേട്ടപ്പോൾ നമുക്കും കേവലം തോന്നി, ശരിയല്ലേ? രാമായണം പഠിച്ച് ഇന്നുവരെ ആർക്കെങ്കിലും സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടോ? ഇനി രാമായണം പഠിച്ച് ആർക്കെങ്കിലും വയറ് നിറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നാൽ പിന്നെ അത് പഠിക്കേണ്ട, എന്നാൽ പിന്നെ ബാക്കി സ്കൂളിൽ മാത്രം പോയി പഠിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞ് നമ്മൾ തീരുമാനമെടുത്തു. അതുകൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ ഇത് അറിയാത്തവരായി മാറി. മറ്റു പലരും അവരുടെ മതപാഠശാലയിൽ വിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടുമില്ല. അവരാരും വിടാതിരിക്കുന്നതുമില്ല. അന്നും വിട്ടു, ഇന്നും വിട്ടു. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല സ്വഭാവത്തോടു കൂടി അവരുടെ മതപരമായ ചടങ്ങുകളിലും അവരുടെ ഒരുമിച്ച് കൂടലിലൊക്കെ നല്ല രീതിയിൽ, മനസ്സിലായില്ലേ, ഒരുമിച്ച് കൂടുന്ന തലമുറകൾ അവർക്കുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ മദ്യപിച്ച് കൂത്താടി തമ്മിലടിച്ച്, മനസ്സിലാവുന്നുണ്ടോ, കുതിരമൂട്ടി കളിച്ച് ഗാനമേളയുടെ മുമ്പിൽ കിടന്ന് അഴിഞ്ഞാടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ക്ഷേത്ര പരിസരം പോലും മലിനമായി മലീമസമായി. ഇന്നൊരു ക്ഷേത്ര കമ്മിറ്റിക്ക് തീരുമാനം എടുക്കുക, ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും അമ്പലത്തിൽ വേണ്ടാന്ന് പറഞ്ഞാൽ അമ്പലം വേണമെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർ പൊളിക്കും.
ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ദൈവമെന്ന് ചോദിക്കും, എന്തിനാടാ അമ്പലം എന്ന് ചോദിക്കും. ചോദിക്കില്ലേ? കാരണം എന്താ? എന്താണ് ക്ഷേത്രമെന്നും അവിടെ എന്തൊക്കെ വേണമെന്നുള്ളതൊന്നും നമ്മുടെ തലമുറകൾക്കറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ മൈക്ക് കെട്ടി പറയുന്നതൊക്കെ കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നാളെ തന്നെ ചിലപ്പോൾ പരാതി വരാം, ഇവനെയൊക്കെ എന്തിനാടാ യജ്ഞമെന്നും പറഞ്ഞ് വിളിക്കണത് എന്ന് ചോദിക്കാം. ഇനി മേലിൽ ഒരിടത്തും കയറ്റരുതെന്നും പറയാം. മനസ്സിലായോ? ഇത് ആഘോഷങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ആഘോഷങ്ങൾ പലപ്പോഴും മനസ്സിലാവില്ലേ, നമുക്ക് നശിക്കുന്നതാവരുത്. നല്ല മനസ്സോടുകൂടി, പണ്ട് കാലത്തും ഉണ്ടായിരുന്നല്ലോ, നല്ല മനസ്സോടുകൂടി ആനയോ കുതിരയോ എന്തിനെയോ കാണും, കുഴപ്പമില്ല. ഇനി ഡാൻസ് കളിക്കണോ, കളിച്ചോ, മദ്യപിച്ച് കൂത്താടാതെ കളിക്ക്, സ്വബോധത്തിലായിക്കോട്ടെ. ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, ആനന്ദിക്കാൻ കഴിവുണ്ട്, അതൊക്കെ ആവാം, കുഴപ്പമില്ല. സന്തോഷം വരുമ്പം പ്രകടിപ്പിക്കാനുള്ളതാണ്. പക്ഷേ ഈ മദ്യപാനം ഈ ആഘോഷത്തിന് മാത്രമല്ലല്ലോ, ജീവിതത്തിൻ്റെ ശീലമായി മാറി അല്ലേ? ഒടുവിൽ സ്വന്തം കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയും ഭാര്യയും കുടുംബവും ഒക്കെ അന്യാധീനപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ ഇതെത്തിച്ചേരുന്നില്ലേ? എന്നാലോചിച്ച് നോക്കുക. അവസാനം അതേ വ്യക്തിക്ക് തന്നെ നിത്യരോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്ന് ഭവിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ശരി, ഇവിടെ പറഞ്ഞു വന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നു. രാമായണത്തിൽ രാമൻ അനുജനോട് പറയുകയാണ്, ഹേ ലക്ഷ്മണ, മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുന്നവൻ ഉത്തമപുത്രൻ, മാതാപിതാക്കൾ പറയുന്നത് കേട്ട് ജീവിക്കുന്നവൻ മധ്യമപുത്രൻ, മാതാപിതാക്കൾ പറഞ്ഞാലും കേൾക്കാത്തവൻ പറയണ്ടല്ലോ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ഉത്തമന്മാരായ പുത്രന്മാരാരാണ് എന്ന് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ഏതിനുണ്ട്? രാമായണത്തിനുണ്ട്. നല്ല വ്യക്തിയായി മാറിയില്ല എങ്കിൽ എത്ര വലിയ സമ്പത്തോ എത്ര വലിയ ജോലി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? ഏറ്റവും പ്രധാനം നല്ല സ്വഭാവം കൂടി ഉണ്ടാകണം. നല്ല സ്വഭാവമുള്ളവനിൽ മറ്റെന്ത് വന്നാലും അതെല്ലാം ഗുണം ചെയ്യും, ഇല്ലാത്തവനിൽ മറ്റെന്ത് വന്നാലും എന്ത് ചെയ്യും? ദോഷം ചെയ്യും. മനസ്സിലായില്ലേ? അച്ഛനും അമ്മമാരിപ്പം മക്കൾക്ക് പണം ഉണ്ടാവാനും മക്കൾക്ക് നല്ല ജോലി കിട്ടാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. നല്ല സ്വഭാവം ഇല്ലാത്ത മക്കൾക്ക് നല്ല ജോലിയും നല്ല സമ്പത്തും വന്നാൽ അവൻ നല്ല വീട് വെച്ച് താമസിക്കാൻ പ്രായം ചെല്ലുന്ന മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ കഫം തുപ്പലും നമ്മുടെ ചുമയൊക്കെ അവന് വീട്ടിൽ ബുദ്ധിമുട്ടായിട്ട് വരത്തില്ലേ? വരുമോ? പ്രായം ചെല്ലുമ്പോൾ നമ്മൾ നേരെ നടക്കാൻ പോയതോ ഭിത്തി പിടിച്ച് നടന്ന്, അന്നേരമാണ് മോനും കൊച്ചുമക്കളും വന്ന് വഴക്കുണ്ടാക്കുന്നത്. എന്താ പറയുന്നത്? എത്ര ലക്ഷം രൂപയുടെ പെയിൻ്റാണെന്നറിയാവോ? ഭിത്തി മുഴുവൻ മോശമാക്കി. അതോടുകൂടി നമ്മളുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ അവസാനം അല്ലേ, കൈയെടുത്തൊന്ന് ഭിത്തിയിൽ മറിഞ്ഞു വീഴാൻ നേരത്ത് പോലും ഒന്ന് ഭിത്തിയിൽ പിടിക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടിലുള്ളവർ എത്തപ്പെടും. അവിടെയാണ് നല്ല ഗുണങ്ങൾ പകർന്നു കൊടുക്കേണ്ട ആവശ്യകത. നമ്മളൊക്കെ ചിന്തിക്കുക. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കേണ്ടത് വ്യക്തിപരമായ അഭിപ്രായവും ആണ്, സാമൂഹികമായ അഭിപ്രായവുമാണ്. രണ്ട് കാര്യങ്ങളാണ്. സാധിക്കുമെങ്കിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് തുടങ്ങണം ആദ്യമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. മനസ്സിലായില്ലേ? കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അവസാനം നമ്മുടെ ക്ഷേത്രത്തെയും ഭഗവതിയെ ആശ്രയിക്കുന്ന ഓരോ മാതാപിതാക്കളും ദുഃഖിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുക്തരാവാൻ. രണ്ടാമത് നമ്മുടെ ധർമ്മത്തെ പഠിപ്പിക്കാനുള്ള സംവിധാനം. എത്ര രൂപയാണ് നമ്മൾ ആനയ്ക്കും കുതിരയ്ക്കും ചെണ്ടമേളത്തിനും കൊടുക്കുന്നത്? അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരാളിനെ വെച്ച് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം, അയാൾക്കൊരു ശമ്പളം കൊടുക്കും, ഒരു കുടുംബം കഴിയുമല്ലോ. ആനയുടെ കാര്യവും ഗാനമേള കാര്യമൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും അവർക്ക് ജീവിക്കാനല്ലേ. ജീവിക്കാൻ അതിനേക്കാളും നല്ല ഈശ്വരീയമായ കാര്യം ചെയ്ത് ജീവിക്കട്ടെ. ഒരാളിനോട് പറയുക, അപ്പോൾ ഒരാൾക്ക് നിങ്ങൾ ഇത് പഠിപ്പിക്കുക, അതിനൊരു ചെറിയ സ്റ്റൈഫൻഡ് തരാം, വളരെ മാതൃകയായിട്ട്. എത്ര നന്നായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതൊക്കെ ആരംഭിക്കേണ്ട കാലം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ശരി, ഇവിടെ അത്തരത്തിൽ ആ രാമായണത്തിൻ്റെയൊക്കെ ഉപദേശങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അത് കഴിഞ്ഞ് നേരെ വനത്തിലേക്ക് പോയി. ആ വനത്തിലേക്ക് പോകുന്ന സമയത്താകട്ടെ സീത തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും നല്ല ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സുഖത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇനി സ്വന്തം ഭർത്താവിന് അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യത്തിന് ആ ഭർത്താവിൻ്റെ സാന്നിധ്യം തനിക്ക് നഷ്ടമായാലും കുഴപ്പമില്ല, ഭർത്താവിന് ആനന്ദം കിട്ടുന്നത് അദ്ദേഹം ചെയ്തോട്ടെ എന്നുള്ള നിലയിൽ ഊർമിള അല്ലേ ഭർത്താവിൻ്റെ ആ സാന്നിധ്യത്തെ ഉപേക്ഷിക്കാൻ. ഒരേ സമയത്ത് രണ്ട് വ്യത്യസ്ത അനുഭവമാണ്. സീതയാകട്ടെ സർവ്വ വ്യക്തിഗതമായ സുഖവും ഉപേക്ഷിച്ച് ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഊർമിളയാകട്ടെ എന്താ പറയുന്നത്? ഭർത്താവിന് ഉത്തരവാദിത്വം എന്താണോ അദ്ദേഹത്തിന് രാമനെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് അദ്ദേഹം ധരിക്കുന്നു. അതിനൊരു തടസ്സമായി ഞാൻ
കൂടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ആ ദുഃഖം ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഊർമിള തയ്യാറാവുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വനത്തിൽ പോയി. അവിടെ വെച്ചിട്ട് മാരീചനെ ഒരു പൊന്മാനായി രാവണൻ അയച്ചു. അതിനു തൊട്ടു മുമ്പ് ശൂർപ്പണക വന്നു. കാമമോഹിതയായ ശൂർപ്പണയുടെ മോഹത്തിന് വശംവദയാകാതിരുന്നു. ആ ശൂർപ്പണയുടെ കാതും മൂക്കും മുറിച്ചു. അതുകൊണ്ട് തന്നെ ശൂർപ്പണക പോയി ഖരനെയും ദൂഷണനെയും പറഞ്ഞു വിട്ടു. അവരെ വധിച്ചു. രാവണനോട് ചെന്ന് പറഞ്ഞു. രാവണനാകട്ടെ ആ സമയത്തേക്ക് ഇവിടെ വന്നു. രാവണൻ കടന്നു വന്ന് സീതയെ അപഹരിക്കുന്നു. ഇതിനിടയിൽ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. ആ സീതയെ അപഹരിച്ചു കൊണ്ടുപോയതിന് ശേഷം രാമൻ സീതയെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വേളയിൽ രാമൻ്റെ ആ ദുഃഖം, സീതയെ വേർപെടുന്ന ദുഃഖം കണ്ട് നാരദ മഹർഷി ശ്രീരാമനോട് ഉപദേശിക്കുന്നുണ്ട്. ഹേ രാമ, അങ്ങയുടെ ഈ ദുഃഖത്തെ കടക്കാനും സീതയെ വീണ്ടെടുക്കാനും അങ്ങയ്ക്കറിയില്ലേ, അവിടെ ആശ്രയിക്കേണ്ടത് മഹാശക്തിയായ ദേവിയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞ് അവിടെ രാമലക്ഷ്മണന്മാർ ചാതുർമാസ്യ വ്രത കാലഘട്ടത്തിൽ സാക്ഷാൽ ഭഗവതിയെ നവരാത്രി സങ്കല്പത്തോടുകൂടി ദേവിയെ പൂജിച്ച് ആ ദേവിയുടെ അനുഗ്രഹം കൂടി നേടിയിട്ടാണ് വാനരന്മാരുടെ സഹായത്തോടു കൂടി ലങ്കയിലേക്ക് ചെല്ലുന്നതും ആ ലങ്കയിലേക്ക് എത്തി സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷത്തോടു കൂടി ലക്ഷ്മി ഭഗവതിയായി വാണരുളുന്ന സാക്ഷാൽ സീതയെ രാമൻ വീണ്ടെടുക്കുകയും അവിടെ ഇന്ദ്രിയങ്ങളുടെ അഹങ്കാര രൂപത്തിൽ നിൽക്കുന്ന ആസുരികമായ ദുർവൃത്തിയായ രാവണനെ വധിക്കുകയും ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി സീതയെ വീണ്ടെടുത്ത് തിരികെ എത്തുന്നത്. അപ്രകാരം രാമനെപ്പോലും ആ രാമാവതാര കാലത്തും ഭഗവാനെ ഏറ്റവും ഉത്കൃഷ്ടമായ ധർമ്മപാലനത്തിന് സഹായകരമായി ദേവിയുടെ ശക്തി ഉണ്ടായിരുന്നു എന്ന ചരിതം കൂടി അവിടെ സൂത പൗരാണികനും ശ്രീശുകനും ജനമേയനും മഹർഷിമാർക്കും പറഞ്ഞുകൊടുത്തു. ഇവിടെ അത്തരത്തിൽ ആ ജ്ഞാനത്തെ, ആ രാമതത്വത്തെ അറിഞ്ഞ് സാക്ഷാൽ പരാശക്തിയായ ഭഗവതിയുടെ ശക്തി വൈഭവത്തെ അറിഞ്ഞ് അമ്മ മഹാമായയെ ഉപാസിക്കുന്ന ഒരു സജ്ജനങ്ങൾക്കും ജീവിതത്തിൽ ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് വളരെ കൃത്യമായി ലോകഗുരുവായ വ്യാസൻ നമ്മളെ പഠിപ്പിക്കുകയാണ്.